ഈ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി ചെയ്യുന്ന യൂട്യൂബർമാരെയൊക്കെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അന്വേഷണ ഏജൻസി. ഇപ്പം നമ്മൾ ഈ ചില സിനിമകളിലൊക്കെ കാണാറുണ്ട്, ഈ ഗുണ്ടാ തലവന്മാർക്കൊക്കെ ചില പേരുകളൊക്കെ കൊടുത്തു. ഇപ്പോൾ ഒരു മാഡം എൻ ആണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാഡം എൻ ആണ് ഈ യൂട്യൂബർമാരുടെയൊക്കെ പുറകിൽ കളിക്കുന്നത്. ഈ മാഡം എൻ ആണ് ഇവരെയൊക്കെ പാകിസ്ഥാനിലോട്ട് പറഞ്ഞു വിടുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ എന്തൊക്കെയാണ് ഈ മാഡം എൻ? മാഡം എന്നിപ്പോൾ ഇന്ത്യയുടെ ഈ ഇൻ്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള റോ എന്ന് പറയുന്നത് ലോകോത്തരമായിട്ടൊരു ഏജൻസി ആയിട്ട് ഇപ്പോൾ മൊസാദിനേക്കാൾ കൂടുതലായിട്ട് ലോകത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ പ്രൊഫഷണലായിട്ട് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ രഹസ്യങ്ങളൊക്കെ കോരിയെടുക്കുന്നുണ്ട്. കാരണം ഭാവിയിൽ ഇന്ത്യക്ക് ഭീഷണിയായി തീരാവുന്ന ഓരോന്നും ചൂഴ്ന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല അതിനെതിരെയുള്ള നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള വളരെ കാലിബ്രേറ്റഡും അതേസമയം തന്നെ പ്രൊഫഷണലും ആയിട്ടുള്ള സ്കിൽഡുമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക, കുറ്റമറ്റ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പാക് ചാര സുന്ദരി ISIയുടെ ഏജൻറ്റ്, ആ ഏജൻ്റായിട്ടുള്ള നഷാബ ഷഹസാദ്, ഈ നമുക്കറിയാമല്ലോ ഈ മാതാഹരി മുതൽ എല്ലാ ചാര പ്രവർത്തനം നടത്തുന്ന സ്ത്രീകളും സുന്ദരികളായിരുന്നു. ആ സൗന്ദര്യം എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല, ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയാണ്. അത് പലരുടെയും ഒരു ദൗർബല്യം, ആണുങ്ങളായിട്ടുള്ള പലരുടെയും ഒരു ദൗർബല്യമാണ് ഈ സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വീണു പോകും, പല ആൾക്കാരും അങ്ങനെ വീണു പോകും. അങ്ങനെയാണ് മാതാഹരിയൊക്കെ ഡബിൾ ഏജൻ്റായിട്ട് റഷ്യക്കാരെയും അതുപോലെ തന്നെ അമേരിക്കക്കാരെയും ഒരേ സമയം തന്നെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ഇരുവശത്തു നിന്നുള്ള രഹസ്യങ്ങൾ അമേരിക്കയുടെ രഹസ്യം റഷ്യയിലേക്ക് ചോദിക്കൊണ്ടു, റഷ്യയുടെ രഹസ്യം അമേരിക്കയിലേക്ക്, അവസാനം പിടിവീണു. രണ്ടു കൂട്ടരും അവരെ തിരസ്കരിച്ചു. അങ്ങനെയാണ് മാതാഹരിയുടെ ചരിത്രം. അപ്പോൾ ചാരസുന്ദരിമാരിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ആളാണ് മാതാഹരി എന്ന് പറയുന്ന ആൾ. അതുപോലെ തന്നെ നമ്മുടെ VKN കഥകൾ വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു. അത് വായിക്കുക തന്നെ വേണം, എനിക്കത് മുഴുവൻ പറയാൻ പറ്റില്ല. കാരണം VKN കഥകൾ ധർമ്മത്തിൻ്റെ തമ്പുരാനായിട്ടുള്ള, ചിരിയുടെ തമ്പുരാനായിട്ടുള്ള VKN തന്നെ ഈ ചാരസുന്ദരികൾ ഈ രഹസ്യം ചോർത്തുന്നതൊക്കെ വളരെ രസകരമായിട്ട് അദ്ദേഹത്തിൻ്റെ കഥ നമ്മൾ ചിരിച്ച് തലയല്ലേ പോകും, അത്തരം തരത്തിലാണ്. പക്ഷേ എനിക്ക് തുറന്ന് നമ്മുടെ പ്രേക്ഷകരോടോ അല്ലെങ്കിൽ എഞ്ചിനീയറോടോ അതെനിക്ക് പറയാൻ പറ്റില്ല. അത് മിക്കവാറും നടക്കുന്നത് കിടപ്പറകളിലാണ്. നമുക്ക് അത്ഭുതമൊന്നുമില്ല. ഇത് ചാണക്യനും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയുള്ള മാർഗ്ഗങ്ങളെപ്പറ്റി ചാണക്യ സൂത്രത്തിൽ അദ്ദേഹം പറയുമ്പോൾ എങ്ങനെ എതിരാളിയുടെ രഹസ്യങ്ങൾ വീഴ്ത്താൻ പറ്റുമ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും ഏക്കില്ലസീലായിട്ടുള്ള ഏറ്റവും ദൗർബല്യമുള്ള പോയിന്റിൽ തന്നെ പിടിക്കുക, അതിൽ വഴി ചോർത്തുക, അതിൻ്റെ നിർണായക നിമിഷങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രഹസ്യം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുക, അതിന് വഴങ്ങിപ്പോവുക ആൾക്കാർ, ചിരിച്ച് തലതല്ലി പോകും. അത് പ്രേക്ഷകർ തന്നെ വായിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ കൃതികളിലെ ഈ ചാരന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫീൽഡാണ് ഈ. അതുപോലെ ഷഹസാദ് എന്ന് പറയുന്ന സ്ത്രീയും അത് സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയാണ്. ആ ഒറ്റ ഫോട്ടോത്തിൽ തന്നെ കണ്ണുകൾ തന്നെ മറ്റുള്ളവരെ വശീകരിക്കാനും ആകർഷിക്കാനും എല്ലാം പര്യാപ്തമായിട്ടുള്ള കണ്ണുകളോട് കൂട്ടിയ ഒരു സ്ത്രീയാണ്. അത് ഇതിനകത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂൾ തന്നെയാണ് ആണുങ്ങളെ വശീകരിക്കാൻ വേണ്ടി. ഇത് പൊതുവെ പറഞ്ഞാൽ ഞാനൊരാണായതുകൊണ്ട് അറിയാം, ആണുങ്ങൾക്ക് വലിയൊരു ദൗർബല്യമാണ് ഈ സൗന്ദര്യം എന്ന് പറയുന്നത്. പെണ്ണുങ്ങളെ പോലെ എല്ലാവരും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ പലരെയും വീഴ്ത്താൻ പറ്റും. അതുപോലെ തന്നെ ഇവർ തന്നെയാണ് ജ്യോതി മൽഹോത്ര, അതിസുന്ദരിയായ മറ്റൊരു നമ്മുടെ ഈ യാത്രാക്കുറിപ്പുകൾ, യാത്രയുടെ വീഡിയോ ഫുട്ടേജുകൾ ഉണ്ടാക്കിയിട്ടുള്ള സ്ത്രീ. അതെ, ഒറ്റ കൊടുക്കാൻ വേണ്ടിയുള്ള വിവരങ്ങളും കൊടുത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സ്വാധീനിച്ചതാകട്ടെ ഇന്ത്യൻ എംബസിയിലെ സ്റ്റാഫാണ്. ഇവരെ സ്വാധീനിച്ച ആളുകളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവർ സ്വാധീനിച്ച ആളുകളെന്ന് പറയുന്നതും ഈ എംബസിയിലെ ആൾക്കാരാണ്. കുറച്ചുകൂടി ഉയർന്ന നിലവിലുള്ള ആൾക്കാരാണ്. എംബസിയിലെ ഫസ്റ്റ് സെക്രട്ടറി ആയിട്ടുള്ള സുഹൈൽ ഖമാർ എന്ന് പറയുന്ന ആൾ ഒന്നാമത്തെ ആൾ. സുഹൈൽ ഖമാർ എന്ന് പറയുന്ന ആൾ, ഈ സുഹൈൽ ഖമാർ എന്ന് പറയുന്ന ആൾ ഫസ്റ്റ് സെക്രട്ടറി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അധികാരപരിധി, വീസകൾ, പാകിസ്ഥാനിലേക്കുള്ള വീസകളൊക്കെ അനുവദിച്ചു കൊടുക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒപ്പ് വേണം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ്. ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തിന് വീസ അനുവദിച്ചു കൊടുക്കാം. ഈ ഷഹസാദ്, നഷാബ ഷഹസാദ്, മാഡം എന്നാണ് അവർ അറിയപ്പെടുന്നത്. ആ മാഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒപ്പിട്ട് കൊടുത്തിരിക്കും. അത്ര ഒരു പവർ ബ്രോക്കറാണ് ഇവർ. അതുപോലെ തന്നെയാണ് കൗൺസിലർ ഉമർ ഷെരിയാർ എന്ന് പറയുന്ന ഒരാളുമായിട്ടും വലിയ അടുപ്പമാണ് ഇവർക്ക്. ഈ ഉമർ ഷെരിയാർ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കുറച്ച് ഓർക്കിഡുകളുണ്ട് രഞ്ജനിക്കെന്ന് വിചാരിക്കുക, പാകിസ്ഥാനിലേക്ക് കയറ്റി അയക്കണം, പെട്ടെന്ന് അതിന് സാങ്ഷനാകും, പാകിസ്ഥാനിലേക്ക് അത് പോയിരിക്കും. അത്ര പവർഫുള്ളായിട്ടുള്ള ഒരു എംബസി ഉദ്യോഗസ്ഥനാണത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവരുടെ സ്വാധീന വലയത്തിലുള്ളത്. ചാര വലയത്തിലാണെങ്കിൽ ഈ ജ്യോതി മൽഹോത്ര പോലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും അവർ പരിചയപ്പെട്ട ഏതാണ്ട് 500ഓളം പേര്
ഈ 500ഓളം പേരെ ചേർത്തിട്ട് ഒരു സ്ലീപ്പർ സെല്ലുണ്ടാക്കി ഇന്ത്യയിൽ നിന്ന് ഉള്ള അതീവ രഹസ്യങ്ങൾ ചോർത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ 500 പേരും ആണുങ്ങളാണെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇവരെ എല്ലാം സ്വാധീനിക്കാൻ ശേഷിയുള്ള പവർ, ഒന്നാമത് അധികാര പദവിയിൽ ശ്രേണിയിലുള്ള ഒരാളാണിവർ. അതുപോലെ തന്നെ അധിക സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണിത്. ആ സ്ത്രീയെയാണ് വെച്ചിരിക്കുന്നത്. ഇനി കൂടാതെ ഇവർക്കൊരു വാൻറ്റേജ് പൊസിഷൻ വേറെയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവർ പാക് സിവിൽ സർവീസിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവർ അവിടുത്തെ രാഷ്ട്രീയക്കാരെ, അധികാരത്തിൻ്റെ തുമ്പത്തിരിക്കുന്ന ആൾക്കാരെ എല്ലാം അറിയാവുന്ന ആളാണ് ഇവരുടെ ഭർത്താവ്. അപ്പോൾ ഇവർ രണ്ടും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ വീണ്ടും സ്വാധീനിക്കാൻ പറ്റും. അവർക്ക് വീണ്ടും ആളുകളെ സ്വാധീനിക്കാൻ പറ്റും. അങ്ങനെ ഒരു വലിയൊരു ശൃംഖലയായിട്ട് ഈ ചാരവലയത്തെ വളർത്തിക്കൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള രഹസ്യങ്ങൾ സ്ഥിരമായിട്ട് ചോർത്തുന്നതിനുള്ള ഒരു സംവിധാനമാക്കി മാറ്റുകയാണ്. അല്ല ഒരു രഹസ്യം ചോർത്തിയിട്ട് അങ്ങ് പോവുക എന്നുള്ളതല്ല, സ്ഥിരമായിട്ട് രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് യാത്രാ വിവരണങ്ങൾ വീഡിയോ വഴി പകർത്തുന്നവരെ ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ജ്യോതി മൽഹോത്രയെ ഇവർ സഹായിച്ചത്. ജ്യോതി മൽഹോത്രയ്ക്ക് പാകിസ്ഥാനിലേക്ക് വീസ സംഘടിപ്പിച്ചു കൊടുത്തത് ഇവരാണ്. ഇവരുടെ നമ്മുടെ ഇന്ത്യൻ എംബസിയിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത കാര്യമാണത്. അപ്പം ഒരു പക്ഷേ നമ്മുടെ നയതന്ത്രപരമായിട്ടുള്ള പാകിസ്ഥാനുമായിട്ടുള്ള പല കാര്യങ്ങളിലും ഒരു സമാധാനപരമായിട്ടുള്ള ശാന്തമായിട്ടുള്ള രീതിയിൽ പോയിക്കൊണ്ടിരുന്നതല്ലേ പാകിസ്ഥാൻ പലപ്പോഴും മുതലെടുത്തത്. ഒരു പക്ഷേ നമുക്ക് കുറേ നാളുകൾക്കൊക്കെ മുമ്പ് ഇത്തരത്തിലുള്ള എംബസിയെ പോലും, പാകിസ്ഥാൻ എംബസിയെ പോലും, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന അവരുടെ എംബസിയെ പോലും കർക്കശമായിട്ട് നിരീക്ഷിക്കുകയും അത്തരത്തിൽ ഉള്ള ഒരു രീതിയിലാണ് ഇന്ത്യ പോയിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ കുറച്ചുകൂടി വിട്ടുകൊടുത്തതിൻ്റെ ഫലമല്ലേ ഇങ്ങനെ ഇത്തരത്തിൽ ആൾക്കാർ അങ്ങോട്ട് പോകുന്നതും യൂട്യൂബേഴ്സിനെ കുറച്ചുകൂടെ കോർഡിനേറ്റ് ചെയ്യുന്നതും ഇത്തരത്തിൽ സാറ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അതിലേക്ക് പോകാനുള്ള കാരണം ഇവർക്കൊരു കുറച്ച് ഫ്രീഡം കൊടുത്തത് തന്നെയല്ലേ? തീർച്ചയായിട്ടും സംശയമില്ലാത്ത കാര്യമാണ് രഞ്ജിനി പറഞ്ഞത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഒരൊറ്റ ഭാഷയെ മനസ്സിലാവും. വെട്ടുന്ന പോത്തിൻ്റെ മുന്നിൽ വേദം ഓതിയിട്ട് വല്ല പ്രയോജനമുണ്ടോ? പോത്തിന് മനസ്സിലാവുന്ന ഭാഷ. ജ്യോതി മൽഹോത്ര ഇത്തരത്തിലുള്ള പാകിസ്ഥാൻ എംബസിയിൽ നിന്നുള്ള ഒരു വ്യക്തിയുമായിട്ട്, മെയിൻ ഉദ്യോഗസ്ഥനുമായിട്ട് ഉള്ള സൗഹൃദമാണ് അവരെ പാകിസ്ഥാനിൽ എത്തിച്ചതും പല വിദേശ സ്ഥലങ്ങളിൽ എത്തിച്ച്, ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും എത്തി ജ്യോതി മൽഹോത്ര. ഇവിടെ പ്രധാനപ്പെട്ട ഏഴിമല നാവികസേന നാവിക അക്കാദമിയുടെ അടുത്ത് തന്നെയാണ് ഇവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ണൂരിലാണ് എത്തിയിട്ടുള്ള പല വ്യക്തികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി വരും. മാത്രമല്ല കേരള സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ വ്ളോഗിങ് എന്നുള്ള രീതിയിലാണ്, അതിൻ്റെ വീഡിയോ എടുക്കണം എന്നുള്ള രീതിയിലാണ് വന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഗസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് കേരളത്തിൽ എത്തിയത് ജ്യോതി മൽഹോത്ര. എന്തായാലും അതിൻ്റെ പുറകിലൊക്കെ ആരുണ്ടെന്നുള്ളത് അന്വേഷണ ഏജൻസി കണ്ടെത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാൻ എംബസിയെ ഇത്തരത്തിൽ അഴിച്ചു വിട്ടത് തന്നെയല്ലേ ഇന്ത്യക്ക് പല പ്രശ്നങ്ങൾ. നമ്മൾ പല രാജ്യങ്ങളുടെ എംബസി നമ്മുടെ രാജ്യത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ എംബസികളുടെ മേൽ നമ്മൾ ഇനി ഒരു കർക്കശമായിട്ടുള്ള നിലപാടുകൾ, കർക്കശമായിട്ടുള്ള നിരീക്ഷണങ്ങളൊക്കെ നടത്തേണ്ടിയിരിക്കുന്നില്ലേ? ആ നിരീക്ഷണത്തിന്റെ ഫലമാണ് ഈ കണ്ടുപിടുത്തം. ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടെന്ന് നഷാബാസ് ഷഹസാദ്. അതെ, ഇപ്പോഴാണ്. പക്ഷേ ഇടകാലങ്ങളിൽ അത് ഉണ്ടായിരുന്നെങ്കിൽ മുൻകൂട്ടി നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. നമ്മൾ ഇതിനോടൊക്കെ വളരെ ലാഘവമാണ്, വളരെ ഉദാസീനമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് കേരള ഗവൺമെന്റ്. ശരിക്കും പാകിസ്ഥാൻ ഒന്ന് പമ്മിയിരുന്നു, കുറെ നാൾ പമ്മിയിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ, ഇനി അവരുടെ ഭാഗത്തുനിന്നൊരു പ്രശ്നം വലുതായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പൊ യുദ്ധമൊന്നും അല്ലല്ലോ ആവശ്യം. അവനവന്റെ ജനങ്ങളെ സംരക്ഷിക്കുക, മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ എത്രമാത്രം സാമ്പത്തിക നിലയിൽ എത്തണം എന്നൊക്കെയുള്ളൊരു ചിന്തകളാണ് എല്ലാ രാജ്യങ്ങൾക്കും ഉള്ളത്. അപ്പോൾ പാകിസ്ഥാനും പഠിച്ചു എന്നുള്ള രീതി നമുക്ക് ഇടയ്ക്ക് അറിയാം. നരേന്ദ്രമോദിയൊക്കെ അങ്ങോട്ട് പോവുകയും കാര്യങ്ങളും ഒക്കെ ഒരു സമാധാന രീതിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇവര് ശരിക്കും പമ്മി ഇരിക്കുമായിരുന്നു, ചാടി വീഴാൻ വേണ്ടി. അതെ അതെ, കറക്റ്റ് ആ പ്രയോഗം. ഞാൻ പറയട്ടെ, എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സർപ്പത്തിനെ വളർത്തും, മൂർഖനെയാണെന്ന് വെച്ചാൽ നമ്മൾ പാല് കൊടുത്ത് വളർത്തുന്നു. ആ മൂർഖൻ എന്ത് ചെയ്യും? നമ്മളെ അതിൻ്റെ വിഷസഞ്ചികളൊക്കെ വളർച്ച എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതങ്ങ് പ്രയോഗിക്കും. അത് പത്തി വിടർത്തി ആഞ്ഞു കൊത്തും. അതിൻ്റെ കാരണം അത് മാത്രമേ അതിനെ അറിയാവൂ. അപ്പോൾ അതിനെ നമ്മൾ വീണ്ടും പാല് കൊടുക്കുകയാണോ ചെയ്യേണ്ടത്, പത്തിക്ക് അടിച്ച് വീഴ്ത്തുകയാണോ ചെയ്യേണ്ടത്? അതാണിപ്പോൾ ഇന്ത്യ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭീകര താവളങ്ങളാകുന്ന പത്തികൾ അടിച്ച് വീഴ്ത്തി, അതാണിപ്പോൾ ചെയ്തത്. അതുകൊണ്ടിപ്പോൾ കണ്ടോ, ആ ഭാഷ അവർക്ക് മനസ്സിലായി. ഭാഷ മനസ്സിലായി,
ബിലാവൽ ഭൂട്ടോ ഐക്യരാഷ്ട്രസഭയിൽ അപമാനിക്കപ്പെടുന്നു, വാഷിങ്ടൺ DC-യിൽ അപമാനിക്കപ്പെടുന്നു, അപമാനിതനായി തിരിച്ചു വരുന്നു. നമ്മുടെ സംഘങ്ങൾ, ദൗത്യ സംഘങ്ങൾ 7 എണ്ണം അഭിമാനപൂർവ്വം തല ഉയർത്തി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു. കണ്ടോ? അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഏറ്റവും അവസാനമാണ്. ഇരക്കുന്നു ഇന്ത്യയോട്, സിന്ധു നദീജലത്തിന് വേണ്ടി ഞങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാവുകയും ദേവി ഇതിപ്പം 4 കത്താ അയച്ചത്, അപേക്ഷയ്ക്ക് പിന്നാലെ അപേക്ഷ. രഞ്ജിനി പറയുന്ന ആരുടെ അടുത്ത് ഞാൻ കേഴാൻ പോവില്ല, കെഞ്ചാൻ ജോലിക്ക് പോവില്ല എന്ന് പറയുന്നില്ലേ, അതേ സ്ഥാനത്തിരിക്കുന്ന ഒരു രാഷ്ട്രം, ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും നല്ല സംസ്കാരത്തിൻ്റെ ഉടമകളാണെന്ന് പറയുന്ന രാഷ്ട്രം കെഞ്ചിക്കണ് സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്, ഞങ്ങൾക്ക് സിന്ധു നദീജലം വിട്ടു തരണം. നോക്കൂ, ആത്മാഭിമാനമുള്ള ഒരു രാഷ്ട്രത്തിന് അങ്ങനെ കെഞ്ചാൻ പറ്റുമോ? അടി കൊണ്ടു കഴിഞ്ഞപ്പോൾ പാഠം പഠിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവർക്കുള്ള ഭാഷ, മനസ്സിലാവുന്ന ഭാഷ നരേന്ദ്രമോദി നടത്തിയ ഭാഷയാണ്. അത് ഓപ്പറേഷൻ സിന്ദൂർ. നമുക്ക് എന്തായാലും ചർച്ചയുടെ അവസാനം സുന്ദരിയുടെ കാര്യം അവസാനം ഏത് രീതിയിൽ എത്തിയെന്നും കൂടി സാർ പറഞ്ഞു അവസാനം. ആ സുന്ദരി പാകിസ്ഥാൻകാരിയാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പറ്റുന്നു അവരുമായിട്ട് ബന്ധപ്പെടാൻ ഇന്ത്യക്കാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, അവരെ ഒബ്സർവ് ചെയ്യാം. അതല്ല, ഇതിന്റെ പുറകിൽ ഇവർ കുറെ യൂട്യൂബേഴ്സിനെ അങ്ങോട്ടൊക്കെ വിടുകയും അവരുമായിട്ടൊക്കെ ഈ പറഞ്ഞോണമുള്ള ഒരു ബന്ധം സ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ കൂടി നോക്കേണ്ടിയിരിക്കുന്നില്ലേ അന്വേഷണത്തിൽ? ട്രിഗർ അവരുടെ ഓരോ മൂവ്മെന്റ് സ്കാനറിലാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്ത് തെറ്റായിട്ടുള്ളൊരു ചലനം നടത്തിയാലും അപ്പം NIA അവരെ പൊക്കിയിരിക്കും. അവർ കംപ്ലീറ്റ് അണ്ടർ സ്കാനറാണ് ഇവരെ, ഒരു സംശയവും വേണ്ട. അത് അത്ര കുറ്റമറ്റ രീതിയിലാണ് പോകുന്നത്. അങ്ങനെ ഇനി ഒരു അബദ്ധസഞ്ചാരം അവർക്കിനി നടത്താൻ പറ്റാത്ത ഒരവസ്ഥയിലായിട്ടുണ്ട്. നമ്മുടെ സുരക്ഷിതം അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. വേറെ പലതും നടക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ ആൾ അജ്ഞാതരാൽ കൊല്ലപ്പെട്ട വാർത്ത നമ്മൾ വായിച്ചു. അതുപോലെ പക്ഷേ ഒരു സ്ത്രീയോട് അങ്ങനെയൊന്നും ഒരു രീതിയിലുണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ അറിയുന്നതിനും അപ്പുറം വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഫഷണലായിട്ടൊരു രീതിയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ പോലും ആജ്ഞ അനുസരിച്ചല്ല ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. വളരെ പ്രൊഫഷണലായിട്ട് സ്കിൽഡായിട്ടുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊസാദൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വലിയ നയകോവിദന്മാർക്ക് പോലും അറിയില്ല. രഹസ്യമാണ് അവരുടെ. അതുപോലെ ആ രഹസ്യം ആയിട്ടും അജ്ഞാതമായിട്ടുമാണ് ഇത് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻ്റലിജൻസ്